നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് റയൽ മാഡ്രിഡ് ഒവീഡോക്കെതിരെ കളിക്കാനിറങ്ങുകയാണ്. അവരുടെ രണ്ടാം മത്സരമാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1 മണിക്ക്, അതായത് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 1 മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ആദ്യ മത്സരം റയൽ മാഡ്രിഡ് വിജയിച്ചിരുന്നു. അതിൻ്റെ ഒരു വിജയ തുടർച്ച എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോച്ച് സാബി അലോൺസോയോട് ചോദിച്ചു, ബാഴ്സയുടെ മിന്നും ഫോമിൽ റയൽ ഭയക്കുന്നുണ്ടോ, റയൽ വറീഡാണോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടി, ബാഴ്സയെക്കുറിച്ച് വറീഡാണോ, ഞങ്ങൾക്ക് ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ നോ, എനിക്ക് യാതൊരുവിധ ആശങ്കയും ഭയവുമില്ല. എനിക്കറിയാം ഞങ്ങൾക്ക് ഓരോ ആഴ്ച കഴിയുന്നതോടും കൂടുതൽ ബെറ്റർ ആവാൻ പറ്റുമെന്ന്. സോ എൻ്റെ ടീമിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, എൻ്റെ ടീമിനെ കുറിച്ച് മാത്രമാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നതും വറീഡാവുന്നതും എന്നാണ് സാബി അലോൺസോ പറയുന്നത്. ബാഴ്സയുടെ കാര്യം ചിന്തിക്കുന്നേയില്ല, ബാഴ്സയെക്കുറിച്ച് ഭയമൊന്നുമില്ല. മാത്രമല്ല, ഞങ്ങൾക്ക് ക്ലിയർ ഐഡിയാസ് ഉണ്ട്, എങ്ങനെ കളിക്കണം, എങ്ങനെയാണ് കളിക്കേണ്ടതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം. ഡിഫറെൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള താരങ്ങളാണ് എൻ്റെ സ്ക്വാഡിലുള്ളത്. അവരുടെ മികവിൽ എനിക്ക് വിശ്വാസമുണ്ട്. നന്നായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിയാകുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനുള്ളത് എന്ന് സാബി അലോൺസോ പറയുന്നു. ഏതായാലും ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ പോയ സീസണിൽ കിരീടങ്ങൾ ചൂടിയ ആ ടീമിൻ്റെ കോർണർ നിലനിർത്താൻ പറ്റുകയും കോച്ചായിട്ട് ഹൻസി ഫ്ലിക്ക് തന്നെ തുടരുകയും ചെയ്യുകയാണെങ്കിൽ, റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോച്ച് കാർലോ അഞ്ചലോട്ടി പോയി, പുതിയ കോച്ച് വന്നു, പുതിയ രീതികളോട് അഡാപ്റ്റഡ് ആയി പോവേണ്ടതുണ്ട്. അതിൻ്റെതായിട്ടുള്ള ചില പ്രതിസന്ധികൾ തുടക്കത്തിൽ ഉണ്ടാകാം. എങ്കിലും ബാഴ്സയെ ഭയക്കുന്നില്ല എന്ന് തന്നെ ഇപ്പോൾ സാബി അലോൺസോ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.